നമസ്കാരം. അങ്ങനെ നമ്മൾ ഇന്ന് 8ാമത്തെ ദിവസത്തിലേക്ക് കിടക്കുകയാണ്, നവരാത്രി സെലിബ്രേഷൻസിൻ്റെ. ഇന്ന് ദുർഗാദേവിയെ അല്ലെങ്കിൽ ഭഗവതിയെ മഹാഗൗരി എന്ന ഭാവത്തിലാണ് ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. മഹാഗൗരി, മഹത്തായ ആ ചൈതന്യം. ഗൗരി എന്ന് പറയുന്നത് ഗൗരവർണ്ണത്തിലുള്ളവൾ. അതുമായിട്ട് ബന്ധപ്പെട്ട പുരാണ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പാർവതി ദേവി ഗൗരി ആയതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലേ? അപ്പോൾ ഇവിടെ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി പറയുന്നത് അമ്മയുടെ മഹാത്മ്യത്തെക്കുറിച്ചാണ്. അമ്മ ഒരിക്കലും മക്കളുടെ ഒരു ഉന്നമനത്തിനോ ഒന്നും തടസ്സം നിൽക്കില്ല, സ്വാർത്ഥതയിലോ ഒരിക്കലും ചിന്തിക്കില്ല. യഥാർത്ഥത്തിലുള്ള നല്ല അമ്മ. അപ്പോൾ ചെറിയ ഒരു വീക്ഷണകോണല്ല അമ്മയ്ക്കുള്ളത്, ദിവ്യമായിട്ടുള്ള വീക്ഷണകോണാണ് അമ്മയ്ക്കുള്ളത്. അപ്പോൾ ഓരോ ജീവജാലങ്ങളുടെയും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എന്താണെന്നുള്ളത് ആ ഭഗവതിക്ക് അറിയാൻ, അത് പ്രൊവൈഡ് ചെയ്യാനും അമ്മയ്ക്ക് കഴിയുമെന്നാണ് ഗുരുദേവ് പറയുന്നത്. അപ്പോൾ ഗൗരി എന്ന് പറയുന്ന തത്വം 4 ശക്തികളാണുള്ളത്. മൂവ്മെൻറ്റ്, അത് എന്തിനും പ്രചോദനം നൽകുന്ന, എന്തിനേയും തുടങ്ങാനും ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന ആ ശക്തി, മൂവ്മെൻറ്റ്. പിന്നെ വിസ്ഡം എന്ന് പറയുമ്പോൾ ജ്ഞാനം, എന്തും ചെയ്യാനായിട്ട് നമുക്ക് ജ്ഞാനം ആവശ്യമാണ്, ആ ജ്ഞാനം പ്രദാനം ചെയ്യുന്നവർ. അതുപോലെ മുൻകൈ എടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള ജ്ഞാനം നൽകുന്നു. അതേപോലെ ഇത് രണ്ടും ഉണ്ടായിട്ട് കാര്യമില്ല, പിന്നെ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. നമുക്ക് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനുള്ള ആ ഒരു ഫയർ നമുക്ക് വേണം, അച്ചീവ്മെൻറ്റ് പവർ, അല്ലേ? അപ്പോൾ അതിനുള്ള ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രയത്നം, അതേപോലെ ആ ലക്ഷ്യം നൽകുന്നവൾ, അച്ചീവ്മെൻറ്റ് നൽകുന്നവൾ, അങ്ങനെ 3. അപ്പോൾ മുൻകൈ എടുക്കുക, എന്ത് കാര്യത്തിനും ആദ്യം മുൻകൈ എടുക്കാനുള്ള പ്രചോദനം, ജ്ഞാനത്തിനുള്ള പ്രചോദനം, പിന്നെ ലക്ഷ്യം എത്തുന്നത് വരെ വർക്ക് ചെയ്യാനുള്ള പ്രചോദനം, ലക്ഷ്യമായിട്ടും ലക്ഷ്യം നൽകുന്നതും അത് തന്നെയാണ്, ദേവി തന്നെയാണ്. ഫൈനലി ഏറ്റവും അവസാനം ആത്യന്തികമായിട്ടുള്ള മോക്ഷം, ലിബറേഷൻ. ഈ 4 തത്വങ്ങളാണ് ഗൗരി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റ്, വിസ്ഡം, അച്ചീവ്മെൻറ്റ്, ദെൻ ലിബറേഷൻ. ആ ഒരു പ്രചോദനം, ജ്ഞാനം, അതുപോലെ പ്രയത്നം അല്ലെങ്കിൽ ലക്ഷ്യം, അതെല്ലാം ലക്ഷ്യത്തിനുള്ള വിജയം, അതേപോലെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള മോക്ഷം. ഈ 4 തത്വങ്ങളും ഗൗരി എന്ന ശബ്ദത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ഗുരുദേവ് പറയുന്നത്. അതേപോലെ തന്നെ ദേവിക്ക് മക്കളുടെ, നേരത്തെ പറഞ്ഞു, ഏറ്റവും ബെസ്റ്റായിട്ട് നൽകാനുള്ള ആ ഒരു നൈപുണ്യവും ദേവിക്കുണ്ട്. അപ്പോഴെപ്പോഴും ഗുരുദേവ് പറയാണ്, നമ്മൾ ഒരിക്കലും ചെറിയ തിക്താനുഭവങ്ങൾ കൊണ്ട് ഈശ്വരൻ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നോ, അല്ലെങ്കിൽ ദേവി കൈവിട്ടു എന്നോ, അല്ലെങ്കിൽ നമ്മളെ ഈശ്വരൻ ശപിച്ചു എന്നോ ഒരിക്കലും വിചാരിക്കരുത്. ഗുരുദേവ് പറഞ്ഞൊരു വലിയൊരു കാര്യമാണ്. ഒരിക്കലും ഈശ്വരന് നമ്മളോട് നെഗറ്റീവായിട്ടോ അങ്ങനെയൊന്നും പറ്റില്ല. ഇതെല്ലാം ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയൊരു കോണിൽ കൂടെ കാണുമ്പോൾ നമ്മൾ നെഗറ്റീവ് എന്ന് കരുതിയ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വൈഡ് പെർസ്പെക്റ്റീവിലേക്ക് ഒരാളെ നോക്കാൻ, ഒരു വിശാലമായ വീക്ഷണകോണിലേക്ക് നോക്കുവാനായിട്ട് ദേവി എന്ത് ചെയ്യുന്നു? സദാ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞു വിസ്ഡം, ജ്ഞാനം എന്ന ആ ജ്ഞാന ചക്ഷുസ് ദേവി നൽകുന്നുണ്ട്. അതേപോലെ ഗുണമയിയാണ് ദേവി, ഗുണാതീതവുമാണ് ദേവി, ഈശ്വരൻ. അതേപോലെ ഗുണമയിയും കൂടിയാണ്. എന്താണ് ഗുണങ്ങൾ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളും ഈശ്വരനിലുണ്ട്. ഇതിനപ്പുറവുമാണ് ഈശ്വരൻ. അപ്പോൾ ദേവി പ്രകൃതിയാണ്. പ്രകൃതി എന്ന് പറയുമ്പോൾ ഈ 3 ഗുണങ്ങളിൽ കൂടെ സാത്വികത, രജസ്, സാത്വികത എന്ന് വെച്ചാൽ നൈർമല്യം, നല്ല ഉയർന്ന ചിന്താഗതി, കൂടുതൽ വിടർന്ന ചിന്താഗതി, അതൊക്കെയാണ് സാത്വികത. രജസ് എന്ന് പറയുന്നത് നമ്മൾ പണിയെടുക്കാനും, അതേപോലെ പ്രതികരണശേഷി, നേതൃത്വ പാഠവും, ഇതൊക്കെ രജസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രജോ ഗുണം. അതേപോലെ തമോ ഗുണം നമുക്ക് ആവശ്യമാണ്, കുറച്ച് ആവശ്യമാണ്, എങ്കിലേ നമുക്ക് വിശ്രമിക്കാനും സ്വസ്ഥതയിലിരിക്കാനൊക്കെ നമുക്ക് കുറച്ച് റെസ്റ്റും വേണമെന്നുള്ള ഒരു തോന്നൽ വരുമല്ലോ. അതിലേക്ക് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് തമോ ഗുണമാണ്. അപ്പോൾ ഈ 3 ഗുണങ്ങളെയും ഒരിക്കലും ഒന്ന് വലുത് ഒന്ന് ചെറുതെന്നില്ല, 3നും 3ൻ്റേതായിട്ടുള്ള പ്രസക്തിയുണ്ട്. ഈ 3 ഗുണങ്ങളെയും എന്ത് ചെയ്യാണ്? നമ്മൾ ഈശ്വരാംശമായി കണ്ടുകൊണ്ട് തന്നെ അതിനെ നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണ്. അതാണ് ഗുണമയി എന്നും വിളിക്കുന്നത്. ഗുണമയി എന്നും വിളിക്കും, ഗുണാതീതം എന്നും ഈശ്വരനെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ദേവി ഇത് രണ്ടുമാണ്. അത്യസാധാരണമായിട്ടുള്ള അചിന്ത്യമായ ആ ചരിതങ്ങളോടുകൂടിയ ആ ദേവിയുടെ ഇന്നത്തെ 8ാമത്തെ ദിവസത്തിൽ നമ്മൾ ആ ദേവിയെ ഭക്തിപൂർവ്വം നമുക്ക് ഉപാസനയിലൂടെ നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഈശ്വരൻ്റെ ആ ഭഗവതിയുടെ ആ ലീലാവിലാസങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാസ്റ്റായിട്ട് വിടർന്ന ഒരു ബോധം ആവശ്യമാണ്. ഓൾറെഡി എന്നെ ഗുരുദേവ് പറയാറുണ്ട്, നമ്മുടെ ബോധത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ദേവി, ഈശ്വരൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ബോധം ഒരു അത്യസാധാരണമായിട്ട് വിടർന്നു കഴിഞ്ഞാൽ അത് മോക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ധ്യാനം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ആ ബോധത്തെ വിടർത്താനായിട്ട്, ഉണർത്താനായിട്ട്
വാനോളം ഉണർത്താൻ വേണ്ടിയുള്ള പ്രക്രിയയാണ് ധ്യാനം. ഇന്നത്തെ ധ്യാനം, മെഡിറ്റേഷൻ ഫോർ എക്സ്പാൻഡിങ് അവർ കോൺഷ്യസ്നെസ്. അപ്പോൾ ആ ചൈതന്യത്തെ, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ കൂടുതൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാണ്? വാനോളം ഉണർത്തിക്കൊണ്ടുവരികയാണ്. അതിനുള്ള പ്രക്രിയയ്ക്ക് സമയമായി. അപ്പോൾ ഗുരുദേവൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രവിക്കുക. വെറുതെ കണ്ണടച്ച് ഗുരുദേവൻ്റെ വാക്കുകൾ ശ്രവിച്ചിരുന്നാൽ മാത്രം മതി. ഇംഗ്ലീഷ് എനിക്കറിയില്ല, ഹിന്ദി എനിക്കറിയില്ല എന്നൊക്കെയുള്ള ചില പരിഭവങ്ങൾ മനസ്സ് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കാം. അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. നല്ല സ്വസ്ഥമായിട്ടിരിക്കുക. ഗുരുദേവ് പറയുന്ന വാക്കുകൾ കേട്ട് വെറുതെ കണ്ണടച്ചതിനൊപ്പം പോയാൽ മതി. വേറെ ഒന്നും ചെയ്യാൻ. അതാണ് ഗുരുവിൻ്റെ കർമ്മം. ഗുരുവാണ് അത് ചെയ്യുന്നത്. ഗുരുവിൻ്റെ ധർമ്മം എന്താ? നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കുകയാണ്. ഗുരുദേവൻ്റെ ജ്ഞാനം, ഗുരുദേവൻ്റെ സംസാരം എല്ലാം ആ വെളിച്ചത്തിലേക്ക്, ആ ദേവി എന്ന വെളിച്ചത്തിലേക്ക് ഗുരുദേവ് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ വേറൊന്നും ചെയ്യാനില്ല. കണ്ണുകളടച്ച് ഗുരുദേവ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് വെറുതെ കേട്ട് നിഷ്കളങ്കമായിട്ട് എല്ലാം വിട്ട് കൊടുക്കുക. ഗുരുവിനും ഈശ്വരനും വിട്ടുകൊടുക്കുക. Yeah? Okay. Let's sit comfortably, easily. With our spine erect. Eyes closed. And have a big smile on your face. रीढ़ की हड्डी सीधा रखें, कंधों को ढीला छोड़ दें। मुस्कुराते मुस्कुराते विश्राम करें। महागौरी 5 भूतों के रूप में हमारे भीतर बाहर व्याप्त हो चुकी है। Mahagauri, the mother goddess, is permeating us in the form of 5 elements inside and all around us. She is the heart of earth element. She is the essence of water element. She is the fire and the air as well. And above all that, she is the space. That is what you are, your consciousness is. इस पृथ्वी की आत्मा है माँ गौरी। जल में वही है, अग्नि में वही है, वायु का रूप भी उन्हीं का है और आकाश रूप से हमारी चेतना में सदा विराजमान है माँ गौरी। सबका सभी भूलों को, गलतियों को एक साथ क्षमा कर दे। Forgive all the mistakes of all the people in the entire universe, the entire world. Like a flood of forgiveness washes out the entire past and brings the freshness of this moment. पुरानी सभी भूलों को एक साथ धो डाले क्षमा के रूप में। इस वक्त आप ताजा हो जाएंगे।
भूलों में ही मन भटकता रहता है, उन सभी भूलों को माँ क्षमा करती है। ऐसे सब कृपा की एक बाढ़ में सब क्षमा हो गया। पृथ्वी की सभी भूलें समाप्त हो। Mother Divine is not away from you or different from you. You are inside her and she is inside of you. माँ दुर्गा तुमसे दूर नहीं है, तुम उसके भीतर हो, वो तुम्हारे भीतर है। अब विश्राम करें। All is fair, all is just, right this moment. सब सही है इस वक्त। इस भाव से विश्राम करें, सब सही है। और जो सही नहीं लगता है वो भी माँ का ही खेल है, वह भी सही है। Whatever appears to be unfair is also the play of the consciousness of the Divine Mother. Let go of all the fair and unfair things and repose. सही गलत इन सब को छोड़ दे, थोड़ी देर के लिए अपने आप में विश्राम करें। Let go of all your efforts. सभी प्रयत्न छोड़ दे। This world belongs to the goddess who is of Sattva, Rajas and Tamas.
यह दुनिया माँ की है, जिसमें सत्व, रज और तमोगुण तीनों हैं। ये शरीर माँ का है। Our body belongs to the Mother Divine. Take a deep breath in and let go. एक गहरी सांस लीजिए और छोड़ दें। This mind and all its thoughts belong to the Mother Divine. यह मन और इसमें चलती हुई सही गलत सभी विचार माँ को अर्पण कर दें। सब माँ का ही है मन भी, जिससे आप परेशान हो जाते हैं। This mind of yours which troubles you the most also belongs to the Mother. Offer it to her. You know, all the feelings that arise in your body, from the navel onwards, all the way to the eyebrow center and top of the head. These waves of feelings, storms of feelings, pleasant, unpleasant, offer them all to the infinite consciousness. नाभि से लेकर सिर के चोटी तक की चेतना में जो जो भाव उठते हैं हमारे शरीर, अच्छे बुरे सभी भावों को माँ को अर्पण कर दें। यही फूल है, भाव की कुसुम अर्पण कर दें। चाहे प्रेम हो, मोह हो, क्रोध हो, ईर्ष्या हो, जो भी भाव उठते हैं वे सब समर्पण कर दे। वे सब माँ का। अतृप्ति की भाव हो, तृप्ति की भाव हो, किसी भी तरह की चाह हो, वो सब समर्पण कर दें। चैन हो, बेचैन हो, वह भी सब माँ का है। Your peace and your restlessness, your frustration, your anger, whatever feelings are there, offer them all to the Mother. In fact, they all belong to the Mother Divine. All the rights and all the wrongs are offered to the Mother Divine as oblations. सब सही गलत सब कुछ समर्पण कर दो, खाली हो जाए। Become hollow and empty.
let go of everything. The ignorance in you is also mother. So is the wisdom in your consciousness. Peace and joy is nature of consciousness, and so the stress and tension also part of the mother's, part of the consciousness. यह अज्ञान और तनाव भी उसी का रूप है, होश और ज्ञान भी उसी का रूप है। जैसे रखे वैसे रहे। परम स्वीकार के साथ विश्राम करें। With the ultimate acceptance, repose in yourself. Accepting the transcendence, repose in yourself.
सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते। ओम शांति शांति शांति। धीरे धीरे शरीर और परिसर के प्रति सजग हो जाए। मुस्कुराते मुस्कुराते गहरी सांस लीजिए और धीरे धीरे छोड़िए। Slowly and gradually become aware of your body and surroundings. And with a deep breath in and breathe out slowly and gradually. And you may open your eyes. ഈ ഹൃദയം ഈ 9 ദിവസം ദേവിയുടെ ആ പരമമായിട്ടുള്ള ആത്മാവിൻ്റെ ആ അമ്മയുടെ വാസസ്ഥലമായി മാറട്ടെ. എല്ലാവർക്കും വീണ്ടും വീണ്ടും ഭഗവതിയുടെ പരമമായ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഗുരുദേവ്.